പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈബീഡ് എംപിയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്നും 2023-24, 2024-25 വർഷങ്ങളിലായി അനുവദിച്ച 60 ലക്ഷം രൂപ വിനിയോഗിച്ച് സ്കൂൾ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലായി 4 പുതിയ ക്ലാസ് മുറികളും അനുബന്ധ ശുചിമുറികളും ഉൾപ്പെടുത്തി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ നിർവഹിച്ചു. നമ്മുടെ നഗരത്തിന്റെ ഹൃദയത്തിലുള്ള വിദ്യാലയമാണ്. ഞങ്ങളെല്ലാം പ്രസ്റ്റീജാണ് ഈ വിദ്യാലയം എന്ന് പറഞ്ഞു. ഇവിടെ കയറി വരുമ്പോഴേക്കും ഇടതുഭാഗത്ത് അതിമനോഹരമായ കെട്ടിടമായി ഇന്നത് മാറിയിരിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട എംപിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം 60 ലക്ഷം രൂപ 60 ലക്ഷം രൂപ നൽകിയിട്ടാണ് 4 ക്ലാസ് മുറികളും ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള ഒരു മനോഹരമായ ഒരു കെട്ടിടം പണിതിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്റെ കൊച്ചനുജനോട്, പ്രിയങ്കരനായ നിങ്ങളുടെ എംപിയോട് ഹൃദയപൂർവ്വം നന്ദി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങൾ സ്കൂളിലേക്ക് എന്ത് ചോദിച്ചാൽ നമ്മൾ ചോദിച്ചാൽ എന്ത് തരും, കുറവുണ്ടാകില്ല. ഇപ്പൊ എന്നോട് ബസ് ചോദിച്ചു. ബസ് സാധാരണ ബസ്സല്ല ചോദിച്ചേക്കണം, വലിയ ബസ്സാണ് ചോദിച്ചേക്കണം. ഞാൻ എന്നോട് ഫോൺ വന്നപ്പോ തന്നെ ഞാൻ മിനിയാന്ന് തന്നെ അന്വേഷിച്ചപ്പോ ഞാൻ വല്ല 14 ലക്ഷം രൂപ കൊടുത്ത മാക്സിമം ആവുള്ളൂ. 34 ലക്ഷം രൂപയുടെ ബസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ആ 34 ലക്ഷം രൂപയുടെ ബസ്സാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്നും ഒന്നുമല്ല. ബഹുമാനപ്പെട്ട CIBയുടെ എംപി ഇനി സംസാരിക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു പരിപാടി അദ്ദേഹം ഇവിടെ അനൗൺസ് ചെയ്യും. ഒരു ഗംഭീര പ്രോജക്റ്റ്, സ്പെഷ്യൽ ഒരു പ്രോജക്റ്റ്. അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ 2 സ്ഥലത്തേക്കുള്ള ആദ്യം തുടങ്ങാൻ പോകുന്നത് ഇവിടെയാണ്. ഗംഭീര പ്രോജക്റ്റ് ഇപ്പോഴേക്കും ഈ താലൂക്കിൽ തന്നെ ഏറ്റവും ക്രീമായിട്ടുള്ള കുട്ടികൾ വരുന്ന സ്കൂളാണ്. ഏറ്റവും ക്രീമായിട്ടുള്ള സ്കൂൾ ഹയർ സെക്കൻഡറിയിൽ ഏറ്റവും മിടുമിടുക്കരായിട്ടുള്ള കുട്ടികൾ വരുന്ന സ്കൂളാണ്. അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാവരും നഗരസഭയും ജനപ്രതിനിധികളും MP MLA എല്ലാം കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ പ്രിയങ്കരനായ നമ്മുടെ MP ഹൈബിയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ച് നിർമ്മിച്ച ഈ സ്കൂൾ മന്ദിരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഹൈബിഡൻ MP മുഖ്യാതിഥിയായി. പറവൂർ നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആൻഡ് റോബോട്ടിക്സ് ഇന്നോവേഷൻ ലാബ് നിർമ്മിച്ചു നൽകുമെന്നും ഹൈബിഡൻ MP വാക്കു നൽകി. അദ്ദേഹം ഞാൻ പറയുന്ന പദ്ധതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ പദ്ധതി എൻ്റെ ഒരു സുഹൃത്ത് അനൂപ് ഇവിടെ ഉണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ കണ്ടിരുന്നു. കേരളത്തിൽ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ എയറോസ്പേസ് ടെക്നോളജി, ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനും ഡ്രോണുകൾ ഉപയോഗിച്ച് ആ ടെക്നോളജി ഉപയോഗിച്ച് ചെറിയ വിമാനങ്ങൾ പറത്താനും അതിൻ്റെ എക്സിബിഷനും ഡ്രോണുകൾ എങ്ങനെ പൊതു സമൂഹത്തിന് പ്രയോജനകരമായി മാറും എന്നുള്ളത് കോവിഡ് കാലത്തും പിന്നീടുമെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ എയറോസ്പേസ് ടെക്നോളജി ആൻഡ് റോബോട്ടിക്സ് അതിൻ്റെ ഒരു ഇന്നോവേഷൻ ലാബ് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ നിയോജക മണ്ഡലത്തിൽ ആദ്യമായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പറവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. സന്തോഷത്തോടുകൂടി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് +1 കുട്ടികളുടെ പ്രവേശനോത്സവം നടക്കുമ്പോൾ അവരുടെ ഒരു ഡെമോൺസ്ട്രേഷൻ കൂടി, അവരുടെ കൂടി ഒരു എക്സിബിഷൻ കൂടി നടത്തണമെന്ന് അനൂപിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് തയ്യാറായിട്ടുണ്ട്. അപ്പൊ 15-ാം തീയതി നമ്മുടെ +1 വിദ്യാർത്ഥികൾ പ്രവേശനം നടത്തുന്നു. നിങ്ങൾ ഒരു ക്ലാസ് മുറി അവർക്ക് വേണ്ടി അനുവദിക്കണം. അതിൽ നമ്മൾ കൂടുതൽ ഫണ്ടുകൾ അനുവദിച്ച് അതിൻ്റെ ഒരു ലബോറട്ടറി ആയി കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തുന്ന, കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്ന തരത്തിലേക്ക് 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഇതിൽ താല്പര്യമുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ടോയ്സ് മാനുഫാക്ചറിംഗ് നടത്തുന്ന ആവശ്യമുള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ്, അല്ലെങ്കിൽ എക്സ്പോർട്ടിന് സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അതിന്റെ കൂടി സാധ്യതകൾ അവർ പരിശോധിക്കുകയാണ്. അപ്പൊ ഈ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആൻഡ് റോബോട്ടിക്സ് ഇന്നോവേഷൻ ലാബിന്റെ കൂടി പ്രഖ്യാപനം 18-ാം തീയതി ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നടത്തും എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹവാത്സല്യങ്ങൾ നഗരസഭ മുൻകൈയെടുത്ത് ആണ് ഇതിന്റെ പദ്ധതികൾ നടപ്പാക്കിയത്. അതിൽ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ബീന ശശിധരൻ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി നമ്പിയത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനു വട്ടത്തറ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള ഗോവിന്ദൻ, മുൻ ചെയർപേഴ്സൺ VA പ്രഭാവതി ടീച്ചർ, വാർഡ് കൗൺസിലർ EG ശശി,
LDF പാർലമെന്ററി പാർട്ടി ലീഡർ TV നിതിൻ, NDA പാർലമെന്ററി പാർട്ടി ലീഡർ ഗിരീഷ് G, PTA പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ്, സ്കൂൾ പ്രിൻസിപ്പൽ K സുനിൽകുമാർ, കൗൺസിലർ MK ബാനർജി എന്നിവർ ആശംസ അറിയിച്ചു. വൈസ് ചെയർമാൻ MJ രാജു സ്വാഗതവും സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിനി AS നന്ദിയും പറഞ്ഞു. ന്യൂസ് 1 പറവൂർ.